നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സമകാലീന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചുംബന സമരത്തിൻ്റെ പ്രയോക്താക്കൾ അരുന്ധതിയും രാഹുലും ഈ സമരത്തെ മുൻനിർത്തി ഉയർന്നു വന്ന വാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്? എനിക്കൊരു സംശയം. അരുന്ധതി എനിക്ക് പരിചയമുണ്ട്. രാഹുൽ ആരാ ആക്ച്വലി? രാഹുൽ തന്നെയാണ്. സാധാരണ ഇന്ത്യൻ പൗരൻ. സാധാരണ ഇന്ത്യൻ പൗരൻ. ഞാൻ കേട്ടത് സാധാരണ മനുഷ്യൻ എന്ന് പറയും ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി അതിനകത്തുണ്ട്, ഇന്ത്യ എന്നുള്ള ഐഡൻറ്റിറ്റി അല്ലേ? അപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ നമ്മളെന്തും ആഗ്രഹിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നു. ഒരുപാട് കാലമായിട്ട് താങ്കളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം അല്ലേ? അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബഹിർസ്ഫുരണമായിരുന്നു ഈ സമരം. അരുന്ധതി അങ്ങനെ തന്നെയാണ്? അങ്ങനെ തന്നെയാണ്. ഞാൻ തിരുവനന്തപുരത്ത് 3 വർഷക്കാലം പഠിച്ച ഒരാളാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇവിടെ ജീവിച്ച ഒരാളാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് സദാചാര പോലീസിൻ്റെ മോറൽ പോലീസിങ് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് 3 വർഷം കൊണ്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഒരു പക്ഷേ ഇത്തരമൊരു സമരം വന്നപ്പോൾ അതിലേക്ക് ഭാഗഭാക്കാകാൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിലേക്ക് ഇറങ്ങിയത്. രാഹുൽ, അരുന്ധതി മാനസികമായിട്ട് ഒരു പക്ഷേ നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തോട് അനുഭാവമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേങ്കിൽ ഇതൊരു ജംഗ്ഷനാണ്, ഇതിൽ ഒരുപാട് അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ വന്ന് ചേരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പല ആംഗിളിൽ നിന്ന് ഞാൻ ചോദിക്കും. അത് ഞാൻ ചോദിക്കാൻ നിർബന്ധമാണ്. എൻ്റെ ഒരു ലാർജർ ഓഡിയൻസിൻ്റെ മനസ്സിൽ വരുന്ന ഏത് വികാര വിക്ഷോഭവും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇടും. ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ രാഹുൽ ഒന്ന് പാലിച്ച് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ തന്നെ വന്നിരിക്കണം. ഇതിനോട് എത്രത്തോളം നീതി പുലർത്തിക്കൊണ്ട് രാഹുൽ മറുപടി പറയുമെന്ന് അറിയാൻ വേണ്ടി ഒരു മോറൽ പോലീസിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത്. അല്ല, ഇതിൽ ഞാൻ തന്നെ മറുപടി പറഞ്ഞ ഒരു പക്ഷേ ഇത് ഞങ്ങൾ നേരത്തെ ഇല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് വെറുതെ ആളെ കൂട്ടാനുള്ള പ്രതികരണങ്ങളാണ് എന്ന് കണ്ടിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരുണ്ട് ഇവിടെ. നമ്മൾ അവരെയൊക്കെ വിളിക്കുക അരാഷ്ട്രീയമായ ചെറുപ്പം എന്നാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്ന ഒരു വിഭാഗമാണത്. പക്ഷെ അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട്, അവരുടേതായ രാഷ്ട്രീയമുണ്ട്. സെൽഫ് റിഫ്ലക്സീവ് ആവുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ എല്ലാ വിമർശനങ്ങൾക്കും തുറന്നു വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ കിസ് ഓഫ് ലവ് എന്നത് ഒരു സംഘടനയായി മാറാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ആശാസ്യമാണ്? പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഒന്ന്, പരമാവധി വിമർശനത്തിന് വിധേയമാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ ക്ഷമ എന്നുള്ള സാധനം നന്നായിട്ട് ശീലിക്കേണ്ടത്. അത് വലിയൊരു വാല്യൂ ആയിട്ടും വെർച്യൂ ആയിട്ടും നിങ്ങൾ സ്വായത്തമാണ്. അതുകൊണ്ട് തന്നെ ഷാഹിന പറഞ്ഞിട്ടുണ്ട് നന്നായി ചോദിക്കണം. അപ്പം ഞാനും കുറച്ച് വിമർശനം ചോദിക്കാം. മോറൽ പോലീസിങ്ങിന് കേരളത്തിൽ നിന്ന് ഒരു പാർട്ടിക്കും അതിൽ നിന്ന് കൈകഴുകാൻ പറ്റില്ല. എല്ലാ പാർട്ടിയിലും അനുഭവങ്ങളുണ്ട്. പിന്നെ SFIയുടെ പിന്തുണ, DYFIയുടെ പിന്തുണ എന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് ഈ സമരം പ്രഖ്യാപിക്കുന്ന സമയത്ത് ആയിരുന്നില്ല ഇവരുടെയൊക്കെ പിന്തുണ. സമരം നടന്ന ശേഷം അതിനെതിരെ ഉണ്ടായ ഒരു ഫാസിസ്റ്റ് ആക്രമണത്തിൽ നിന്ന് അത് തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് ഇവരെ ഈ ഒരു സമരത്തിലേക്ക് ആകർഷിച്ചത് ഈ സമരത്തിൽ വന്ന SFIയിലോ KSUയിലോ ഒന്നും അംഗമല്ലാത്ത ചെറുപ്പക്കാർ തന്നെയാണ്. ഞാനൊക്കെ താമസിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കുകയാണ്, ഓ നിങ്ങളുടെ കേരളം വളരെ വളർന്നിരിക്കുകയാണല്ലോ, അവിടെയാണല്ലോ തുടങ്ങിയിരിക്കുന്നത് ചുംബനം, അവിടെ നിന്നാണല്ലോ ബോംബെ, ബാംഗ്ലൂർ, ഇവിടെയൊക്കെ ചുംബന മത്സരം തുടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ കേരളത്തിൽ നിന്നാണെന്നുള്ളതെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എനിക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട് അത് കേൾക്കുമ്പോൾ. തുടങ്ങിയതാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ നിരവധി ആന്ത്രപ്പോളജിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം അതിന് ഇന്ത്യയിൽ ഒറിജിൻ ഉണ്ടെന്നാണ്. അത് നമുക്ക് വിടാം. രണ്ടാമത്, ടോപ്ലെസ് ആയും അല്ലെങ്കിൽ പൂർണ്ണ നഗ്നരായി നടത്തുന്ന പ്രതിഷേധത്തിന് അമേരിക്കയിലൊന്നും പോകണ്ട. നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ നടത്തിയിട്ടുണ്ടത്. അപ്പോൾ ശരീരത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതിൽ യാതൊരു മോശം കാര്യവുമില്ല. രണ്ട്, ഈ ഷീലാമ്മ ചോദിച്ചതിനേക്കാൾ കടന്ന് ഒരു കൂട്ടം ആളുകൾ ചോദിക്കുന്നുണ്ട്. അതായത് നാളെ നിങ്ങൾ പൊതുസ്ഥലത്ത് പരസ്യമായി സെക്സിൽ ഏർപ്പെടുമോ, അങ്ങനെ നിങ്ങൾ സമരം ചെയ്യുമോ എന്നൊക്കെ. പക്ഷേ എവിടെയോ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്കറിയാം ഈ കേരളത്തിൽ പുരോഗമന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. താങ്കൾ പറയുന്ന, ഞാൻ ഇപ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും അപജയം ഉണ്ടാവും, എല്ലാ വ്യക്തികൾക്കും അപജയം ഉണ്ടാവും.
നമ്മൾ തന്നെ ഇന്ന് ചിന്തിക്കുന്നതിനെ വേണമെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുന്നൊരു ചിന്തയായിരിക്കും നമുക്ക് നാളെ ഉണ്ടാകുന്നത്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു തെറ്റ് സംഭവിച്ചാൽ അതിൻ്റെ ആകത്തുക ആ സംഘടനയ്ക്കും പറ്റും.